ഇന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. അവർ പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ അവരെ ശകാരിക്കാനോ വഴക്കു പറയാനോ അടിക്കാനോ ഒന്നും പാടില്ല. കാരണം അവർ പരീക്ഷ എഴുതി വരുന്നവരാണ്. ആ എഴുതിയതിനെ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഓരോ കുട്ടികൾക്കും ഓരോ കാലിബറാണ്. ചിലര് ഹൈ ആയിരിക്കും, ചിലര് മീഡിയം ആയിരിക്കും, മറ്റു ചിലര് ലോ ആയിരിക്കും. അതുകൊണ്ട് A+ കിട്ടുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികളെ വെച്ചിട്ട് നമ്മുടെ മക്കളെയോ വേറൊരു കുട്ടികളെയോ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. ഈ A+ ഒന്നും അല്ല എല്ലാത്തിന്റെയും വഴിത്തിരിവ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രാക്ടിക്കൽ സ്കില്ലാണ്. നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാർക്ക് നോക്കും, മാർക്ക് വേണ്ട എന്നല്ല. ഈ മാർക്കിന്റെ കാര്യം പറഞ്ഞ് മക്കളെ ഉപദ്രവിക്കാൻ പാടില്ല. കോർപ്പറൽ പണിഷ്മെന്റിന് ഞാൻ എതിരാണ്. ഒരാളുടെ മേല് വേദനിപ്പിച്ചിട്ട് ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക, അത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അതിൽ യാതൊരു ഫലവും നമ്മൾ കാണില്ല. പഠനത്തിന്റെ പേരും പറഞ്ഞ് അടിച്ച് പഠിപ്പിച്ചവരിൽ ആരും ഒരാൾ പോലും നല്ല നിലയിൽ എത്തിയിട്ടില്ല. പണ്ടത്തെ കാലത്തെ ഒരു സിസ്റ്റമാണല്ലോ അത്. ഒരു ആൻസർ പറഞ്ഞില്ല, സ്കൂളിലായാലും ഉണ്ട്, പ്രത്യേകിച്ച് വീടുകളിലും അടിയുടെ പെരുന്നാളായിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. ആരെങ്കിലും വിജയിച്ച ഒരു ചരിത്രം ഉണ്ടോ? എന്റെ അറിവിൽ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അടിച്ചു പഠിപ്പിച്ചവരാരും നന്നായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഒത്തിരി സ്നേഹത്തോടെയും അടുത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പഠിക്കണം, മാർക്ക് വേണം, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ വെറുതെ അവരുടെ മേല് വേദനയാക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ ടെൻഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്കും ഉണ്ട്, പേരൻസിനും ഉണ്ട്. നമ്മുടെ ടെൻഷൻ നമ്മൾ മക്കളെ കാണിക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് അവര് നല്ല ടെൻഷനിലായിരിക്കും. അപ്പം അവര് ചിലപ്പം ചൂടാകും, ചിലപ്പോൾ എതിര് പറയും. ഈ ഒരു ഏജും കൂടെയാണല്ലോ. അപ്പൊ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ വിഷമങ്ങൾ അവരെ കാണിക്കാതിരിക്കുക. അവര് നമുക്കൊരു ടെൻഷൻ ഇല്ല, നമ്മൾ ഫ്രീ ആയിട്ട് അവരുടെ അടുത്ത് പെരുമാറുക. അവര് എഴുതട്ടെ, അവർക്ക് അറിയാവുന്നത് അവരെഴുതട്ടെ, ബാക്കി അപ്പം നോക്കാം. A+ കിട്ടുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. പണ്ടൊക്കെ ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ കാലത്ത് ബാക്ക് ബെഞ്ചേഴ്സ് ആണ് ഇന്ന് ഏറ്റവും വലിയ നിലയിൽ എത്തിയിരിക്കുന്നത്. ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ള കുട്ടികൾക്കും പ്രത്യേകിച്ച് ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരു പുച്ഛമാണ്. സത്യമല്ലേ? അവര് പഠിക്കാത്തവർ, അവരാ പുറകിൽ അവിടെ എവിടെയും ഇരുന്നോളും എന്ന ചിന്തയാണ്. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ചികഞ്ഞെടുക്കുമ്പോൾ വലിയ നിലയിലും ജോലിയിലും സാമ്പത്തികമായും അല്ലാത്ത തരത്തിൽ മുന്നോക്കം നിൽക്കുന്നത് അവരാണ്. അതുകൊണ്ട് A+ വാങ്ങണം എന്ന രീതിയിൽ അവരോട് സംസാരിക്കാതിരിക്കുക. അവർക്കതൊരു ബുദ്ധിമുട്ടാക്കരുത് അവരുടെ മനസ്സിന്. എനിക്ക് A+ കിട്ടിയില്ലെങ്കിൽ എന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അടിക്കും. ഇന്നും ഉണ്ട്. ഒരുപാട് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ, പേപ്പർ കിട്ടുമ്പോഴൊക്കെ ഒരുപാട് അടി വാങ്ങുന്ന കുട്ടികളുണ്ട്. അതൊന്നും പലരും പുറത്ത് പറയുന്നില്ല. കുട്ടികൾ പേടിച്ചിരുന്ന് ക്ലാസ്സിൽ വന്ന് കരഞ്ഞ് കല്ല് കിട്ടിയ പാടത്ത് കാണിച്ചു തരുന്ന മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പണ്ടത്തെ കാലങ്ങൾ മാറി. പേരൻസ് ഒന്ന് മാറി ചിന്തിക്കൂ. ഞാൻ എന്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. കോർപ്പറൽ പണിഷ്മെന്റിന് ഞാൻ എതിരാണ്. ഒരു കുട്ടിയെ തല്ലി പഠിപ്പിക്കുന്നതിലും നല്ലത് അവരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ചില കാര്യങ്ങൾ, അവരുടെ ലെവലിലേക്ക് ടീച്ചേഴ്സ് ഇറങ്ങിച്ചെന്ന് അവരെ പഠിപ്പിക്കുക. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എക്സാം ആകുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ ആക്കി അവർക്ക് കൊടുക്കുക. അവരെഴുതട്ടെ, അവരെ അവരുടെ വഴിക്ക് വിട്. ഒരിക്കലും നമ്മുടെ മക്കളെ വേദനിപ്പിക്കരുത്. അവർക്ക് ഈ റിസൾട്ട് വരുന്ന സമയം അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം വീട്ടിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ അടിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഭീഷണി വരുണ്ടാവും. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. സോ പ്ലീസ് മക്കളെ വിട. അവരെഴുതുന്നത് എഴുതട്ടെ. ഈ A+ എന്ന ഒരു A+ നീ വാങ്ങണം എന്ന ആ ഒരു വാശിയിലേക്ക് നമ്മുടെ മാതാപിതാക്കളും റിലേറ്റീവ്സും ഒന്നും പോകാതിരിക്കുക.